ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനസ്. എൻ്റെ ചാനലായ വിങ്സ് ഓഫ് നേച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലെ രാജമലയിലേക്കാണ്. ഇത്തവണ പ്രജനനം കഴിഞ്ഞ് ധാരാളം വരയാടിൻ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പത്രത്തിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ, കാര്യങ്ങളൊന്നും അറിയില്ല. അതായി മുന്നിൽ കാണുന്നതാണ് നമ്മളുടെ രാജമലയിലേക്കുള്ള ഇരുവികുളം നാഷണൽ പാർക്കിൻ്റെ പ്രവേശന കവാടം. ബസ്സൊക്കെ ഇവിടെ തയ്യാറായി കിടപ്പുണ്ട്. മുകളിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ ഇവിടെ തയ്യാറായി കിടപ്പുണ്ട്. 8:30 ഇവിടുത്തെ ടിക്കറ്റ് കൊടുക്കുന്നതെന്നാണ് അറിഞ്ഞപ്പോൾ ഞങ്ങൾ 8 മണി കഴിഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ എത്തിയിട്ട്. തൊട്ടപ്പുറത്തൊരു ചായക്കട തുറന്നിരിപ്പുണ്ട്. പോയി ഒരു ചായ കുടിച്ച് ഞങ്ങൾ റെഡിയായി ഉടനെ തിരിച്ചെത്തുന്നതാണ്. മുകളിലേക്കുള്ള ബസ് ഒന്ന് നിർത്തി അവിടെ നിന്ന് വീണ്ടും ഒരു കുറച്ച് ദൂരം നമുക്ക് മുന്നോട്ട് കയറുന്നുണ്ട്. ആദ്യം കണ്ട വരയാടിൻ്റെ കൂട്ടമാണത്. കുറച്ചധികം എണ്ണം ഉണ്ട്. ആ മരത്തിൻ്റെയൊക്കെ അപ്പുറത്തൊക്കെ എണ്ണം പാറപ്പുറത്തോട്ടൊക്കെ കയറി പുല്ലൊക്കെ തിന്ന് കയറ്റമൊക്കെ കയറി വന്നിട്ട് ക്യാമറ ഒക്കെ പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും ഇല്ല. വലിയ ലെൻസ് കാരണം ബാലൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതൊക്കെ അധികം ക്ഷമിക്കുക. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അല്പം ലേറ്റായി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വീഡിയോയിലോട്ട് പകർത്താൻ സാധിച്ചില്ല. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 200 രൂപയാണ് അഡൽട്സ്. ക്യാമറയ്ക്ക് 50 രൂപയും ടോട്ടലി പറയുടെ പിടിച്ചിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ് പേപ്പറിൽ ന്യൂസ് കണ്ടത്. 100 ചില്ലാനും കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. കോവിഡ് കാരണം അടച്ചിട്ടിരിക്കുകയായിരുന്നു രാജ്യമല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് തുറന്നതേ ഉള്ളൂ. പത്രത്തിൽ വായിച്ചാൽ കള്ളമൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? അത് കണ്ട എന്തോരം വരയാടുകളാ. ഒരു കുഞ്ഞൂടെ നിന്നുണ്ട് വീട്ടിലെടുത്തിട്ട് വരയാട്. നല്ല പൊള്ളുന്ന വെയിലാണ്. ആ പച്ചപ്പൊക്കെ മൊബൈലിലാണ് എടുക്കുന്നത്. മൊബൈലിൽ നമുക്ക് തൊട്ടടുത്ത് നിന്ന് അതത്ര ഷൈ ആയിട്ടുള്ളൊരു മൃഗമൊന്നുമല്ല. കണ്ട ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പൂസെല്ലാം കഴിച്ചു. മൊബൈലിലെടുത്താലും വളരെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത് പോയി ഇല്ലാത്തൊരു അതാണ്. ഒരാൾ താഴെ ഇറങ്ങി പയ്യനും ആ താഴെ ഇറങ്ങിയ ആളുടെ കൂടെ പോയൊന്ന് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ പരാക്രമം നമ്മുടെ സുഹൃത്ത് എൻ്റെ മൊബൈലിൽ പകർത്തിയത് ചെറിയ ഫോട്ടോസായിട്ട്. പേടി കണ്ടില്ല. കണ്ട തൊട്ടടുത്ത് തന്നെ ക്യാമറയൊക്കെ പൊട്ടുന്ന മടക്കിയൊക്കെ നോക്കി. കൂടെ പോയാലൊരു പ്രശ്നം. ഫോട്ടോ ഒക്കെ എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ അടുത്ത ആള് പേര് കഴിഞ്ഞുകൊണ്ട് ഇതൊരല്പം പ്രായമുള്ള വരയാടാണ്. എൻ്റെ സ്കിൻ ടോണൊക്കെ കണ്ട നല്ലൊരു സാധാരണ ഉള്ള റെഡ് ടോണാണ്. കുട്ടി റോട്ടിൽ കൂടെ പതിയെ നടന്നങ്ങോട്ട് പോവാം. കൂടെ നടക്കണമെന്നും മൂപ്പര് അറിയുന്നില്ല. പൂസലൊന്നും ഇല്ലാതെ പോകണം. കണ്ട ഞാൻ ആടിൻ്റെ കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ മതി. ആ മൂപ്പര് തണല് നോക്കി വന്നതാ. മരത്തിൻ്റെ തണലിൻ്റെ അടിയിൽ വന്നു.
റെസ്റ്റ് എടുക്കുക. ശൂന്യതയോട്ട് നമുക്ക് നിൽക്കുക. പരീക്കുട്ടിയാണ്. അച്ഛനടി കെട്ടിയാ തണലത്ത് ഒരമ്മയും 2 കുഞ്ഞുങ്ങളും കൊണ്ട് വിശ്രമിക്കുന്ന കാഴ്ച കണ്ട. മരത്തിൻ്റെ തണ്ട് നോക്കി അവർ കിടക്കും. ഇത് കുഞ്ഞുങ്ങളെ കാണാം. കാരണം ധാരാളം വരാടുകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ഡാറ്റ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉത്തരവാദിത്വം നമുക്ക് കൂടെ ഉള്ളതാണ്. വരാടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആടിൻ്റെ ദേഹത്ത് വരകളൊന്നുമില്ല. തമിഴിൽ പറയുമ്പോഴത്തേക്ക് ഉപരി എന്ന മല എന്നാണ് അപ്പം മലമുകളിലെ ഒരു വസന്തമാണ് ശരിക്കും വരയാട്. പുൽമേടുകൾക്ക് ഇടയിൽ കാണുന്ന വരയാട് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിന് ആനന്ദം തരുന്നൊരു കാഴ്ച. ഇതൊക്കെ എല്ലാവർക്കും നിങ്ങളിലോട്ട് പങ്കുവെക്കാനായിട്ട് ഒരുപാട് സന്തോഷമാണ്. എന്തായാലും മൂന്നാറിൽ നിന്നുള്ള മടക്കയാത്രയിലാണ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ രാജമലയിൽ. കാണാൻ പറ്റുന്നവരുടെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് രാജമല എന്നത്. കേവലം ദേശീയോദ്യാനം വരയാടുകളെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ പോകും. എന്തൊക്കെയായാലും മൂന്നാറിൻ്റെ പ്രകൃതി നമുക്ക് വരയാടുകളുടെ കാനന സൗന്ദര്യങ്ങളും സാധിക്കും. ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വരയാടുകൾ പുൽമേടുകൾ. അതൊക്കെയാലും എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കഴിയുമെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ മികച്ച രീതിയിലുള്ള വീഡിയോകളുമായിട്ട് തുടർന്നും വരാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.